സാഹിത്യാചാര്യ ദ്വിതീയ ഖണ്ഡത്തിലെ പ്രശ്നപത്ര 5 കാവ്യശാസ്ത്രം എന്നുള്ള ഭാഗത്തെ ഒരു ചോദ്യമാണ് നമ്മൾ വായിച്ച് കുറച്ച് ഭാഗമാക്കിയത്. ചോദ്യം ഇതായിരുന്നു: കാവ്യക്കെ ഭേദവും കാ സോദാഹരൺ പരിചയിച്ച്. കാവ്യങ്ങളുടെ ഭേദങ്ങൾ, കാവ്യം എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ കാവ്യക്കെ പ്രധാൻ ഭേദ് ദോഹെ, 2 ടൈപ്പ് കാവ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പദ്യം, ഗദ്യം. അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്മൾ വായിച്ചെന്താണ്? കഥാനക്ക് യാ ക്രമബദ്ധതാക്കെ ആധാർ പർ, ആദ്യം മുതൽ അവസാനം വരെ ഒരേ കഥയുടെ തുടർച്ച എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കിയാൽ കാവ്യങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് പ്രബന്ധ കാവ്യം, മറ്റൊന്ന് നിബദ്ധ് കാവ്യം, തീസര നിർബന്ധ് യാ മുക്തക് കാവ്യം. ഇനി ഇതിനെപ്പറ്റി ഓരോന്നാണ് നമ്മൾ നോക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നിർത്തിയത്. അതിൽ പ്രബന്ധ കാവ്യം എന്താണ്? യഹ് പദ്യരചന, ഇതൊരു പദ്യരചനയാണ്. ഇസ്കെ ഛന്ദ് കഥാസൂത്ര കി വ്യവസ്ഥ സെ പിരോയെ രഹത്തെ. ഇതിലിഷ്ടംപോലെ ഛന്ദുണ്ട്. ഛന്ദ് എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. അത് കഥാസൂത്രത്തെ, ഇതിവൃത്തത്തെ അതിൻ്റെ വ്യവസ്ഥിതിയോട് കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ഛന്ദ് വൃത്തങ്ങളെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടാവും. ഉസ്കെ ഛന്ദോ കെ ക്രം കോ ബദലാ നഹീ ജാ സക്ത. ഒന്നാമത്തെ സർഗത്തിൽ ഏതൊരു വൃത്തമാണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ സർഗം തീരുന്നത് വരെയും ആ ഒരു സർഗം അതിൽ ആ സർഗം തീരുന്നത് വരെയും ആ വൃത്തമാണ് അതിൽ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ സർഗം എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? അതിൽ വേണമെങ്കിൽ വൃത്തം മാറ്റാം. ഇനി പ്രബന്ധ കാവ്യക്കെ ഭി ദോ ഭേദ് ഹെ. ഒന്ന് മഹാപ്രബന്ധ്, രണ്ടാമത്തത് ഖണ്ഡ് പ്രബന്ധ യാ ഖണ്ഡകാവ്യം. നമ്മളും മഹാപ്രബന്ധം എന്നുള്ളത് മഹാകാവ്യം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ട് കാണും. മഹാകാവ്യവും ഖണ്ഡകാവ്യവും. പക്ഷെ അത് കാവ്യശാസ്ത്രത്തിൽ ഇങ്ങനെയും പേര് പറയും: മഹാപ്രബന്ധ്, രണ്ടാമത്തത് ഖണ്ഡപ്രബന്ധ അല്ലെങ്കിൽ ഖണ്ഡകാവ്യം. महाप्रबंध എന്താണ്? महाप्रबंध में पूर्णता के साथ जीवन के विविध अंगों और घटनाओं का विशद, व्यापक और सजीव चित्रण होता है. ഈ മഹാപ്രബന്ധം അല്ലെങ്കിൽ മഹാകാവ്യത്തിൽ പൂർണ്ണത ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു കഥ തുടങ്ങി അവസാനം വരെ അതിനൊരു കംപ്ലീറ്റ് വർക്കാണ് അത് മഹാപ്രബന്ധം എന്നുള്ളത്. അതിൽ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയും ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങളെപ്പറ്റിയും വിശദമായിട്ടും വ്യാപകമായിട്ടും അതുപോലെ സജീവമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. इसके लिए महाप्रबंध के नायक अथवा नायकों का उत्कृष्ट और उदात्त चरित्र का होना आवश्यक है. ഒരു മഹാകാവ്യത്തിൽ ഒരു നായകനുണ്ടാകും അല്ലെങ്കിൽ കുറേ നായകന്മാരുണ്ടാകാം. ആ നായകന്മാരെ ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവം ആ നായകന്മാർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ മഹാകാവ്യത്തിലെ നായകന്മാരൊക്കെ ജനഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നല്ല ക്യാരക്ടറായിരിക്കണം. ആ തരത്തിലായിരിക്കണം മഹാപ്രബന്ധത്തിൽ നായകന്മാരെ വർണ്ണിക്കേണ്ടത്. ഇനി ഈ മഹാപ്രബന്ധത്തിന് 3 ഭേദങ്ങളുണ്ട്. അതാണ്: ഒന്ന് പുരാണ്, ആഖ്യാൻ, ചരിത്. 3 ഭാഗങ്ങളുണ്ട്. അതിന് 3 പിരിവുണ്ട്. ഒന്ന് പുരാണകാവ്യം. യഹ് മഹാപ്രബന്ധ ഹെ. ഈ പുരാണകാവ്യം എന്ന് പറയുന്നത് ഒരു മഹാകാവ്യം പോലെയാണ്, ഒരു മഹാകാവ്യം തന്നെയാണ് അത്, പുരാണകാവ്യം. ഇസ്കെ അന്തർഗത് അനേക സ്കന്ധ് ഹോത്തെ ഹെ. സ്കന്ധ് എന്ന് പറഞ്ഞാൽ അധ്യായം. ഒരു പുരാണകാവ്യത്തിൽ ഒരുപാട് അധ്യായങ്ങളുണ്ടാകും. യഹ് ഏക്ക് സ്കന്ധമേ അനേക അധ്യായി ഭി ഹോത്തെ ഹെ. ഓരോ സ്കന്ധിലും, നമ്മൾ സ്കന്ധം എന്നുള്ളത് നമ്മൾ വിങ് എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥം കൊടുക്കുക ഇംഗ്ലീഷിൽ. അതിൽ അനേകം അധ്യായങ്ങളും ഉണ്ടായിരിക്കും. കഥ ശൃംഖലാബദ്ധ ഹോത്തി ഹെ. കഥ ശൃംഖലാബദ്ധായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ തുടർച്ചയായിട്ടുള്ള കഥയായിരിക്കും അതിലുള്ളത്. ഉദാഹരണം ശ്രീമദ് ഭാഗവതം നോക്കൂ, എത്രമാത്രം കഥകളുണ്ട്. സീരിയലായിട്ട് ഇങ്ങനെ കഥകൾ അതിൽ വന്നിട്ടുണ്ട്. ശ്രീമദ് ഭാഗവത് ഒരു പുരാണ കാവ്യമാണ്. അടുത്ത ആഖ്യാൻ കാവ്യം. ആഖ്യാൻ ഏക വിസ്തൃത പ്രബന്ധ ഹെ. വിശാലമായിട്ടുള്ള ഒരു കഥാ തന്തു അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണ് ഇത് ആഖ്യാനം എന്ന് പറയുക.
इसमें प्रेम, നീതി, ഭക്തി, വീരത ആദി के निरूपण होते हैं. ഇതിൽ പ്രേമത്തെപ്പറ്റിയും ധർമ്മത്തെപ്പറ്റിയും ഭക്തിയെപ്പറ്റിയും വീരതയെപ്പറ്റിയൊക്കെ വിവരിച്ചിട്ടുണ്ടാവും. സാത്ത് ഹി കാൽപ്പനിക രോചക കഥാക്കോ, അതോടൊപ്പം കവിക്ക് എന്ത് ചെയ്യാം, കാൽപ്പനികമായിട്ടുള്ള രസകരമായിട്ടുള്ള കഥയെയും അതിൽ ഉൾപ്പെടുത്താം. അയാൾ എന്ത് ചെയ്യും, സരസ് മധുര ശൈലിയുമേ, വളരെ സരസവും ലളിതവുമായിട്ടുള്ള ശൈലിയിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഉദാഹരണം മൃഗാവതി. അടുത്തത് ചരിതകാവ്യം. ഇസ്മേ രോചക്, ആത്മചരിതാത്മക്, അതായത് ഒരാളിൻ്റെ സ്വന്തം ക്യാരക്ടറിനെ പറ്റി വിവരിക്കുന്ന തരത്തിൽ രസകരമായിട്ടും തഥാ കാവ്യമയ ശൈലിമേം കിസി വ്യക്തി കാ ഘടനാക്രമ കെ അനുസാർ ജീവൻ ചരിത ലിഖ ജാത്ത ഹെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭവ ബഹുലമായ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളിലൂടെ അയാളുടെ ജീവിത ചരിത്രത്തെപ്പറ്റി എഴുതിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ജഹാംഗീർ, ജസ്, ചന്ദ്രിക, ആചാര്യ കേശവദാസ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എന്താണ്, മഹാപ്രബന്ധിൻ്റെ 3 ഭേദങ്ങളാണ്. അതിൽ പുരാണ്, ആഖ്യാൻ, और ചരിത്. ഇനി നമ്മളിപ്പം മഹാപ്രബന്ധം, ഖണ്ഡപ്രബന്ധം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ അടുത്ത ഏതാണെന്ന് നോക്കാം. ഖണ്ഡപ്രബന്ധം, അതായത് ഖണ്ഡകാവ്യം. ഖണ്ഡകാവ്യ ആമേ ചോട്ടാ ഹോത്താ ഹെ, ആകൃതിയിൽ ചെറുതാണ് ഖണ്ഡകാവ്യം. ഉസ്മേ ജീവൻ കി കിസി ഏക് പഹലു കാ വർണ്ണൻ കിയാ ജാത്താ ഹെ, അതിൽ ജീവിതത്തിൻ്റെ വശത്തെ മാത്രമേ വർണ്ണിച്ചിട്ടുണ്ടാവൂ. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, മഹാകാവ്യം അല്ലെങ്കിൽ മഹാപ്രബന്ധം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു സമുദ്രമാണെങ്കിൽ ഖണ്ഡപ്രബന്ധം അല്ലെങ്കിൽ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് ഒരു കുളത്തിന് സമാനമാണ്. അത്രയും ചെറുതാണ് ഇത് ഖണ്ഡകാവ്യം എന്നുള്ളത്. ഇസ്മേ പാത്രവും കി സംഖ്യ കം ഹോത്തി ഹെ, കഥാപാത്രങ്ങൾ വളരെ കുറവായിരിക്കും. ഉദാഹരണം ഗുപ്തിജി കാ പഞ്ചവടി, ഗുപ്തിജി എഴുതിയിട്ടുള്ള പഞ്ചവടി ഖണ്ഡകാവ്യത്തിന് ഉദാഹരണമാണ്. അടുത്തത് നമ്മൾ നേരത്തെ വന്നത് തന്നെ എന്താണ്, പ്രബന്ധകാവ്യം, നിബന്ധ് യാ നിബദ്ധ് കാവ്യം. അതാണ് അടുത്തതിലേക്ക് പോകേണ്ടത്. നിബന്ധ് യാ നിബദ്ധ് കാവ്യം വോ പദ്യരചന ഹെ, ഇതൊരു പദ്യരചനയാണ്. നിബന്ധ് യാ നിബദ്ധ് കാവ്യം അതൊരു പദ്യരചനയാണ്. ജിസ്കെ അന്തർഗത് ചന്ദ് കിസി വിചാരസൂത്ര യാ ഭാവധാരാസെ വ്യവസ്ഥിതി രഹിതേ, അതിലും ഒരുപാട് വൃത്തങ്ങളുണ്ട്. അത് വളരെ വിചാരസൂത്ര യാ ഭാവധാരാസെ വ്യവസ്ഥിതി രഹിതേ, കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഭാവങ്ങൾക്കനുസരിച്ച് ചന്ത് അതായത് വൃത്തങ്ങളെ ഇങ്ങനെ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും ഇതിൽ. ഇസ് രചനാമേം ഭാവ് യാ വിചാർ കാ വികാസ് ക്രമശഃ ദിഖലായി ദേത്താ ഹെ, ഇതിൽ ഭാവം അല്ലെങ്കിൽ കവിയുടെ ചിന്താഗതിയെ എന്ത് ചെയ്തു, ക്രമപ്പെടുത്തി വച്ചിട്ടുണ്ടാവും. ഇസി കി നിബദ്ധത രഹത്തി ഹെ, അതിനൊരു നിബദ്ധതയുണ്ട്. ഒരു ഓരോ പദ്യങ്ങൾ തമ്മിൽ നല്ല ദൃഢബന്ധവും കാണും. അതാണ് നിബദ്ധത. ഉദാഹരണം വിനയപത്രിക. അടുത്തത് പ്രബന്ധകാവ്യം, രണ്ടാമത്തത് നിബദ്ധ കാവ്യം, മൂന്നാമത്തത് അതിൽ നിർബന്ധ കാവ്യം അല്ലെങ്കിൽ അതിനെ നിർബന്ധാണ്, ബന്ധനമില്ലാത്ത കാവ്യം. ഇത് ബന്ധനം, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാവ്യം. ഇതിനെ മുക്തക കാവ്യം എന്ന് പറയും. പദ്യങ്ങൾക്ക് ഓരോന്നിനും സെപ്പറേറ്റ് അർത്ഥം വരും. വഹ് പദ്യരചന ഹെ ജിസ്കെ പദ്യ മുക്ത് ഏവം അപ്നെ ആപ് മേ പൂർണ്ണ ഔർ സ്വതന്ത്ര രഹത്തെ ഹെ, ഇതൊരു പദ്യരചനയാണ്. ഇതിലുള്ള പദ്യങ്ങൾ സ്വതന്ത്രമായിരിക്കും, പൂർണ്ണമായിരിക്കും, അതായത് സ്വയം പൂർണ്ണമായിരിക്കും, സ്വതന്ത്രമായിരിക്കും. ഉദാഹരണം കബീർ കെ ദോഹെ, സൂർദാസ് കെ പദ്, ഇതൊക്കെ എങ്ങനെയാണ്, സെപ്പറേറ്റ് പദ്യങ്ങളായിരിക്കില്ലേ. അതാണ് ഇവിടെ മുക്ത് എന്ന് പറയുക. അപ്പനെ ആപ്പമേം പൂർണ്ണം എന്ന് പറയുക. ആ 2 വരിയിൽ, കബീറിൻ്റെ ദോഹയിലുള്ള 2 വരിയിൽ പൂർണ്ണാർത്ഥം അതിൽ നിറഞ്ഞിരിക്കും. പിന്നെ സ്വതന്ത്രമാണ്. ആദ്യത്തെ ദോഹയിൽ നിന്ന് രണ്ടാമത്തെ ദോഹയുടെ ആശയം വ്യത്യസ്തമായിരിക്കും. പാഠ്യ അവർ, ഇത് വായിച്ച് മനസ്സിലാക്കാനും പറ്റും, പാടി കേൾക്കാനും പറ്റും. അതിനെ പ്രഗീത് കാവ്യ എന്നാണ് പറയുക. ദോനോ രൂപമേ ഹോത്തിക്ക്, 2 തരത്തിൽ നമുക്ക് മുക്തക കാവ്യങ്ങളെ ആസ്വദിക്കാം. അടുത്ത ഭാരതീയ പരമ്പരാക്കെ കാവ്യക്കെ ദോ മുഖ്യതഃ മുഖ്യ ഭേദ് മാനെ ജാത്തെ ഹെ, ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മുഖ്യമായിട്ടും
കാവ്യം രണ്ട് തരത്തിലാണ്. ഒന്ന് ദൃശ്യകാവ്യം, മറ്റൊന്ന് ശ്രവ്യകാവ്യം. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൃശ്യകാവ്യം എന്ന് പറഞ്ഞാൽ കേട്ട് ആസ്വദിക്കുക. ശ്രവ്യകാവ്യം എന്ന് പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കുന്ന കാവ്യങ്ങൾ. ശ്രവ്യ काव्य में सुनकर या पढ़कर काव्यानंद लिया जाता है. ശ്രവ്യ കാവ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ കേട്ടിട്ട് അല്ലെങ്കിൽ വായിച്ചിട്ട് നമുക്ക് ആ കാവ്യത്തെ ആസ്വദിക്കാൻ പറ്റും. കേട്ടിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വായിച്ചിട്ട് ആ കാവ്യത്തിൻ്റെ ആസ്വാദനം ഉറപ്പുവരുത്താൻ പറ്റും. എന്നാൽ ദൃശ്യകാവ്യത്തിലാകട്ടെ ദേഖ് കർ യാ സുൻകർ കാവ്യ കാ രസാസ്വാദൻ കിയാ ജാത്താ ഹെ. ഒന്നുകിൽ അത് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അതാണ് ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണുകയല്ലേ. അപ്പോൾ ഒന്ന് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ട് ആ കാവ്യത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് കാവ്യം രണ്ട് തരത്തിലാണ്. ഒന്ന് ദൃശ്യകാവ്യവും മറ്റൊന്ന് ശ്രവ്യ കാവ്യവും. ശ്രവ്യകാവ്യം എന്ന് പറഞ്ഞാൽ കേട്ട് ആസ്വദിക്കുക, ദൃശ്യകാവ്യം കണ്ട് ആസ്വദിക്കുക. ഇതൊക്കെ വായിക്കാനും പറ്റും, വായിച്ച് ആസ്വദിക്കാനും പറ്റും. ദൃശ്യകാവ്യക്ക് അന്തർഗത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? നാടക്, ഏകാംഗി, ആദിയാത്തെ. ഈ കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ സിനിമ അതൊരു ദൃശ്യകാവ്യമാണ്. കഥകളി അതൊക്കെ ദൃശ്യകാവ്യങ്ങളിൽ പെടും. ദൃശ്യകാവ്യക്കോ രൂപക് ഭി കഹത്തെ ഹെ. ദൃശ്യകാവ്യത്തെ രൂപകങ്ങളെന്നും പറയുന്നു. രൂപക് എന്നുള്ള പേരും അതിനുണ്ട് എന്നാണ്. ശ്രവ്യകാവ്യക്ക് തീൻ ഭേദ് ഹോത്തെ ഹെ. ശ്രവ്യകാവ്യത്തിന് 3 രൂപാന്തരം ഉണ്ടെന്നാണ്. ശ്രവ്യകാവ്യം കേട്ട് ആസ്വദിക്കാനുള്ള അതിന് 3 രൂപങ്ങളുണ്ട്. ഒന്ന് പദ്യവും ഗദ്യവും ഔർ മിശ്രിത്. പദ്യം, ഗദ്യം, പിന്നെ മിശ്രിത്. രണ്ടും കൂടെ കൂടിക്കലർന്നിട്ട് ചമ്പു എന്ന് പറയുന്ന ഒരു കാവ്യ ശാഖയുണ്ട്. ചമ്പു, ഗദ്യ പദ്യ മിശ്രിതമായിട്ടുള്ള കാവ്യരൂപത്തിനാണ് ചമ്പു എന്ന് പറയുക. അതിന് പറയുന്ന പേരാണ് മിശ്രിതം. ഗദ്യയ്ക്ക് അപേക്ഷ പദ്യമേ സംഗീത തത്വക്ക് മാത്ര അധിക ഹോത്തി ഹെ. ഗദ്യത്തെ അപേക്ഷിച്ച് പദ്യത്തിന് സംഗീത തത്വം കുറച്ച് കൂടിയിരിക്കും. സംഗീതത്തിനാണ് പദ്യത്തിൽ പ്രാധാന്യം. സാത്ത് ഹി പദ്യമേ ഭാവക്ക് പ്രധാനത ഹോത്തി ഹെ. അതോടൊപ്പം പദ്യത്തിൽ ഭാവത്തിനാണ് പ്രാധാന്യം. ഇപ്പോൾ കവിതയൊക്കെ എടുത്തു നോക്കിയാൽ അതിന് ഭാവത്തിനാണ് പ്രാധാന്യം. പദ്യക്ക സംബന്ധ പദ്സേഹെ. പദ്യം ചെറിയ ചെറിയ പദ്യങ്ങളിലൂടെയാണ്, ചെറിയ ചെറിയ വരികളിലൂടെയാണ് പദ്യം എഴുതപ്പെടുക. എന്നാൽ ഗദ്യമാകട്ടെ ഗദ്യ ബോൾചാൽ കി സ്വാഭാവിക് ഭാഷ ഹെ. ഗദ്യക്ക് ഭാഷ എന്താണ്? ബോൾചാൽ കി സ്വാഭാവിക് ഭാഷയാണ്. നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള ഭാഷയാണ് ഗദ്യത്തിൽ ഉപയോഗിക്കുക. മിശ്രിത കാവ്യ ഗേയ് പാട്യ ദോനോ ഗുണോം സെ യുക്ത് ഹോത്തെ ഹെ. എന്നാൽ ഈ മിശ്രിത കാവ്യം, അതിന് വേറൊരു പേര് നമുക്ക് പറയാം ചമ്പു കാവ്യം എന്നും പറയും കേട്ടോ. അത് നമുക്ക് ഗേയ് പാടാനും പറ്റും വായിക്കാനും പറ്റും. ഈ 2 ഗുണങ്ങളും ഉള്ള കൃതികളാണ് ഇത് മിശ്രിത കൃതികൾ എന്ന് പറയുക. ലോകഗീത് സി കോടി കെ ഹോത്തെ ഹെ. ലോകഗീതങ്ങളില്ലേ, അതായത് ഫോക്ക് സോങ്സുകൾ, നാടൻ പാട്ടുകൾ, അത് ഏതിൽ വരും? ഈ മിശ്രിതത്തിൽ പെടും. അത് നമുക്ക് പാടാനും പറ്റും വായിക്കാനും പറ്റും അങ്ങനെയുള്ളതാണ്. ബന്ധ് കി ദൃഷ്ടി സെ ശ്രവ്യ കാവ്യക്ക് 2 ഭേദ് ഹെ, പ്രബന്ധ് ഔർ മുക്തക്. പിന്നെ ശ്രവ്യകാവ്യത്തിന് മറ്റ് 2 ടൈപ്പ് ഉണ്ടെന്നാണ്. ഒന്ന് പ്രബന്ധം, മറ്റൊന്ന് മുക്തക്. പ്രബന്ധ കാവ്യക്ക് ഭി 2 ഭേദ് ഹെ. അതൊക്കെ വിശദീകരിച്ച് ഒരുപാട് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 15 മാർക്കിൽ ഒതുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പ്രബന്ധ കാവ്യക്ക് ഭി 2 ഭേദ് ഹെ. ഒന്ന് മഹാകാവ്യ ഔർ ഖണ്ഡകാവ്യ. ശ്രവ്യ കാവ്യമേം ഗദ്യ ഭി ആത്താ ഹെ. ശ്രവ്യകാവ്യത്തിൽ വരുന്നതാണ് ഗദ്യം. ഗദ്യക്ക് അന്തർഗത് ഉപന്യാസ്, കഹാനി, ജീവനി, നിബന്ധ്, പത്ര ആദി ആത്തെ ഹെ. നോക്കൂ, ഇതെല്ലാം കാവ്യത്തിൽപ്പെട്ടതാണ്. നമ്മളിതൊന്നും കാവ്യമായിട്ട് കണക്കാക്കാറില്ല. കവിതയാണ് എല്ലാം. അതാണ് കാവ്യം നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നോവലും കഥകളും ജീവചരിത്രവും എസ്സേയും കത്തുകളും ഒക്കെ ഏതിൽ വരും? ഗദ്യത്തിൽ വരുന്നതാണ്. അതെല്ലാം കാവ്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത 23-ാമത്തെ പേജ് പിന്നീട് നോക്കാം.
ശരി, അടുത്തതും കൂടെ വായിച്ചു തരാം. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 7. കാവ്യ സൃജൻ की പ്രക്രിയ पर പ്രകാശ് डालिए. ഒരു കാവ്യം എങ്ങനെയാണ് രചിക്കുന്നത്? അതിനൊരു പ്രോസസ്സുണ്ട്, അതിനൊരു രീതിയുണ്ട്. അതെന്താണെന്നാണ്. കാവ്യ की സൃജൻ പ്രക്രിയ के संबंध में अनेक मत है. ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളതാണ് ഇതിൽ. कोई केवल शारीरिक दृष्टि से, कोई मानसिक और कोई आध्यात्मिक दृष्टि से इनका विश्लेषण करते हैं. ചിലർ ശാരീരികമായിട്ടുള്ള രീതിയിലോ ചിലർ മാനസികമായിട്ടുള്ള രീതിയിലും ചിലർ സ്പിരിച്വാലിറ്റി വഴിയും ഇതിനെ അപഗ്രഥിക്കാറുണ്ട്. ലേക്കിൻ വാസ്തവമേ കാവ്യ സൃജൻ പ്രക്രിയ ഇൻ തീനോं का व्यापार होता है. ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ. इसमें ശരീർ മുഖ്യ സാധൻ और മാധ്യമ है. ശരീരം പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ്, മാധ്യമമാണ്. മുഖ്യ ക്രിയ മൻ രൂപി തത്വ की है. ക്രിയ, സാഹിത്യം നടക്കണമെങ്കിൽ ക്രിയ മനസ്സിൻ്റെ ഒരു തത്വമാണ്. സാഹിത്യ രചനയ്ക്ക് മനസ്സ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ജിസ്മേ ചേതന ആത്മതത്വക്കോ സ്പർശ और ജാഗ്രത करती है. അതിൽ എന്താണ് ബോധമണ്ഡലം, അത് ആത്മതത്വത്തെയും അതുപോലെ ആത്മതത്വത്തെ സ്പർശിക്കുകയും ഉണർത്തുകയും വേണം. ആത്മതത്വക്കെ സംസ്പർശിത് ഹോനെ പർ, ആത്മതത്വത്തെ സ്പർശിച്ചാൽ ആനന്ദമായി ഉത്കൃഷ്ട കാവ്യക്ക് സൃഷ്ടി ഹോത്തി ഹെ. നമ്മുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള കാവ്യരചന നടക്കുന്നു. സാമാന്യതയാ ലൗകിക കാവ്യമേ മനസ്തത്വ അനുഭൂതി और കൽപ്പന കോ പ്രേരിത് करता है. സാമാന്യമായിട്ട് പറഞ്ഞാൽ ലൗകിക കാവ്യത്തിൽ, അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കാവ്യങ്ങളുണ്ടല്ലോ, അതിൽ മനസ്സാകുന്ന തത്വം അനുഭൂതി और കൽപ്പന കോ പ്രേരിത് करता है. മനസ്സാകുന്ന തത്വം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനുഭവങ്ങളെയും കൽപ്പനകളെയും പ്രേരിപ്പിക്കുന്നു. അനുഭൂതി കോ പ്രമുഖതയാ സംസ്പർശ करने पर, അനുഭൂതിയെ പ്രധാനമായിട്ടും സ്പർശിച്ചു കഴിഞ്ഞാൽ ഭാവാത്മക കാവ്യക്ക്, ഭാവാത്മക കാവ്യങ്ങളും തഥാ കൽപ്പനാക്കെ ക്ഷേത്രക്കോ സംസ്പർശ करने से, കൽപ്പനാരംഗത്തെ സ്പർശിച്ചാൽ കലാത്മക കാവ്യക്ക് പ്രധാനതയാ സൃഷ്ടി ഹോത്തി ഹെ. കലാത്മകമായിട്ടുള്ള കാവ്യവും പ്രധാനമായിട്ടും സൃഷ്ടിക്കപ്പെടും. അനുഭൂതിക്ക് ധർത്തി പർ ജബ് കൽപ്പന വിചരൺ करने लगती है. അനുഭവത്തിൻ്റെ തലത്തിൽ എപ്പോഴാണോ കൽപ്പന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഭാവന, മനുഷ്യഭാവന, കവിഭാവന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, തബ് സുന്ദർ ഭാവ കലാസമ്പന്ന കാവ്യക്ക് സൃഷ്ടി ഹോത്തി ഹെ. അപ്പോൾ സുന്ദരമായ ഭാവകലാസമ്പന്നമായിട്ടുള്ള കാവ്യം ഉടലെടുക്കുന്നു. हमारे मस्तिष्क पर जगत और जीवन के नाना रूपों और दृश्यों के प्रभाव पड़ते रहते हैं. നമ്മുടെ മസ്തിഷ്കത്തിൽ ലോകത്തെപ്പറ്റിയും നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള പല രൂപങ്ങളുടെയും ദൃശ്യങ്ങളെയും നമ്മുടെ മസ്തിഷ്കത്തിൽ വന്ന് പതിക്കുന്നു. ഇൻ രൂപവും ദൃശ്യവും കാ ഹമാരെ ചേതന അനുഭൂതി और കൽപ്പന पर गहरा प्रभाव डालता है. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ രൂപങ്ങളെ, ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ഈ രൂപങ്ങളെയും ദൃശ്യങ്ങളെയും ഒക്കെ ഹമാരെ ചേതന അനുഭൂതി और കൽപ്പന पर गहरा प्रभाव डालता है. നമ്മുടെ ചേതനയ്ക്കും അനുഭൂതിക്കും കൽപ്പനയ്ക്കും ഒക്കെ ഡീപ്പായിട്ടുള്ള സ്വാധീനത്തെ ഉണ്ടാക്കുന്നു. हमारी ചേതന अंतर्मुखी होकर कल्पना और अनुभूति पर पड़े इन प्रभावों को सहलाकर प्रेरित करती है. നമ്മുടെ ചേതന അന്തർമുഖിയായിട്ട്, നമ്മുടെ ബോധമണ്ഡലം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് കൽപ്പനയുടെയും അല്ലെങ്കിൽ ഭാവനയിലും അനുഭൂതിയിലും ഉണ്ടാകുന്ന സ്വാധീനങ്ങളെ എന്ത് ചെയ്യുന്നു? തഴുകി പ്രേരിപ്പിക്കുന്നു. യഹി കാവ്യ സൃജൻ കി പ്രക്രിയ കാ ആരംഭ ഹോത്തെ. ഇവിടെയാണ് കാവ്യ സൃഷ്ടിയുടെ പ്രക്രിയ ആരംഭിക്കുന്നത്. യഹ് പ്രാരംഭിക സ്ഥിതി ധീരെ ധീരെ ആത്മതത്വക്കെ സജഗ് ഹോനെ पर जागृत रूपों के साथ पूर्ण तन्मयता की अवस्था में पहुंच जाती है. ഈ പ്രാരംഭികമായിട്ടുള്ള അവസ്ഥ മെല്ലെ മെല്ലെ ആത്മതത്വത്തിലാൽ സജഗ് ഹോനെ പർ, ആത്മതത്വം ഉണരുമ്പോൾ, ജാഗ്രത രൂപവും കെ സാത്ത്, ആ ഉണരുന്ന ആത്മതത്വത്തിൻ്റെ രൂപങ്ങളോടൊപ്പം
പൂർണ്ണമായിട്ടുള്ള തന്മയാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. गंभीर धारा प्रवाह काव्य की രചന ഇസ് അവസ്ഥാമേ ഹോത്തി ഹെ. ഗംഭീരമായിട്ടുള്ള ധാരാപ്രവാഹം കാവ്യത്തിൻ്റെ രചനയുടെ ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അനുഭൂതി കാ ജോ ക്ഷേത്ര സഹജ് ഹോത്താ ഹെ ഉസി കെ അനുരൂപ് കൽപ്പന ബിംബ് പ്രസ്തുത് കർത്തി ഹെ. അനുഭൂതിയുടെ മേഖല ഉണർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൽപ്പനയുടെ ബിംബം, അത് ഭാവനയുടെ രൂപം, അത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നു. സ്മൃതി, ബുദ്ധി और संस्कार उसमें ठीक शब्द प्रस्तुत करते हैं. ഓർമ്മകളും ബുദ്ധിയും സംസ്കാരവും ഒക്കെ ചേർന്നിട്ട് അതിൽ ശരിയായിട്ടുള്ള വാക്കുകളെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇസ് പ്രകാർ സമസ്ത മാനസിക ശക്തിയാം കവിത കെ സൃജന്മയിലേക്ക് ജാത്തി ഹെ. ഇപ്രകാരം ധാരാളം മാനസിക ശക്തികൾ കവിതയുടെ സൃഷ്ടിയിൽ ഏർപ്പെടുന്നു. കാവ്യ സൃജന്മേം ബുദ്ധിതത്വ കാ അധിക സഹयोग होता है. കാവ്യ സൃഷ്ടിയിൽ ബുദ്ധിതത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. काव्य के कथानक रूपों में कवि या लेखक के मन पर घटनाओं और चरित्रों के प्रभाव पड़ते हैं. കാവ്യത്തിൻ്റെ കഥാത്മക കഥാരൂപത്തിൽ കവിയുടെയോ അല്ലെങ്കിൽ ലേഖകൻ്റെയോ മനസ്സിൽ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് ക്യാരക്ടറുകളുടെയും സ്വാധീനം ഉണ്ടാവും. ഉൻ പ്രഭാവവും കോ ഉദ്ബുദ്ധ കർ, ആ സ്വാധീനങ്ങളെ ഉണർത്തിയിട്ട് വഹ് അപ്പനി ബുദ്ധി അവർ കൽപ്പനാസെ, അയാൾ എന്ത് ചെയ്യുന്നു, എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ബുദ്ധിയും തൻ്റെ കൽപ്പനയും ഭാവനയും ഉപയോഗിച്ച് ഏക്കുമേ ജോഡിനെ വാല കഥാനക്ക് തയ്യാർ കർത്ത ഹെ, ഒന്ന് മറ്റൊന്നിനോട് ചേരുന്ന കഥാരൂപത്തെ തയ്യാറാക്കുന്നു. ഇസ് പ്രകാർ ആത്മാഭിവ്യക്തി കാവ്യസൃജന്മേ പ്രധാൻ ഹെ. ഇങ്ങനെ നോക്കിയാൽ ആത്മാഭിവ്യക്തി, ആത്മാവിഷ്കാരം, അത് കാവ്യസൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. पर वह आत्माभिव्यक्ति ऐसी होती है जो कि बहुतों की आत्मानुभूति को जागृत कर सके. പക്ഷേ ആത്മാഭിവ്യക്തി, ആത്മാവിഷ്കരണം എങ്ങനെയായിരിക്കണം? ഒരുപാട് ആൾക്കാരുടെ ആത്മാനുഭൂതിയെ ഉണർത്താനും കഴിയണം. അത് വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആ കാവ്യത്തിലൂടെ പ്രയോജനം ലഭിക്കുകയും ചെയ്യണം. ഇത് ഈ 30 മിനിറ്റിനുള്ളിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഇത്തിരി അവസാനത്തെ എസ്സേ കുറച്ച് സ്പീഡപ്പാക്കി വായിച്ചത്. ശരി, അടുത്ത ചോദ്യം പിന്നീട് നോക്കാം.